നമ്മൾ സേമിയ പായസം വെച്ച് തണുക്കാനായിട്ട് ഇറക്കി വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ചേട്ടന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ. ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? സേമിയ പായസം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പം മോനും ഇഷ്ടപ്പെടുമായിരിക്കും. സൂപ്പറാന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. മോന് കൊച്ചാൾക്ക് ഇച്ചിരി പായസം വേണമെന്ന് പറഞ്ഞു സേമിയ. അപ്പം നമ്മൾ ഇച്ചിരി രാവിലെ തന്നെ അങ്ങ് ഉണ്ടാക്കി സേമിയ. എല്ലാ ജോലികളുടെ ഇടയ്ക്ക് ഇതും കൂടെ അങ്ങ് നടന്നു. അപ്പോൾ അതും ആകട്ടെ, പിള്ളേരുടെ ആഗ്രഹമല്ലേ. പിള്ളേർക്ക് എന്താ ആഗ്രഹമാണെങ്കിലും നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ. പിള്ളേരുടെ ആയാലും നമ്മുടെ ആയാലും എന്തോ ആഗ്രഹമുണ്ടോ അതപ്പം നമ്മൾ സാധിക്കണം. നാളത്തേക്കൊന്നും പറഞ്ഞ് മാറ്റി വെക്കരുത്. നമുക്ക് മനുഷ്യൻ്റെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ അല്ലേ. നമുക്ക് ഒന്നും നമുക്ക് ഒരു തീരുമാനം ഉറപ്പിച്ചൊരു കാര്യങ്ങൾ പറയാൻ പറ്റാത്ത സാഹചര്യമായി ഇപ്പോഴത്തെ ജീവിത നിലവാരം നമ്മുടെ ഓരോരുത്തരുടെയും. അതുകൊണ്ട് നമുക്ക് എന്താഗ്രഹമുണ്ട്, നമുക്ക് എവിടെ പോകണം, എപ്പോൾ പോകണം, നമുക്ക് എന്ത് കഴിക്കണം എന്നൊക്കെ എപ്പോൾ തോന്നുന്നോ മനസ്സിൽ, അപ്പം നമ്മളതങ്ങ് സാധിച്ചേക്കണം. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. എന്നാലും നമ്മളെ കഴിവത് എങ്ങനെയെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നോക്കണം. അപ്പോൾ നാളത്തേക്കൊന്നും ആരും ഒരു കാര്യങ്ങളും മാറ്റി വെക്കരുത്. നമുക്ക് എന്തെപ്പോൾ തോന്നുന്നോ അപ്പം തന്നെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ സാധിക്കാൻ നോക്കണം എല്ലാവരും. എൻ്റെയൊക്കെ കാര്യം അങ്ങനെ ഒന്നുമില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ആവശ്യം സാധിക്കും. പിള്ളേരുടെ ആയാലും ചേട്ടൻ്റെ ആയാലും ഒക്കെ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞങ്ങൾ നാളത്തേക്കൊന്നും പറഞ്ഞ് നീക്കി വെക്കത്തില്ല. അതപ്പം തന്നെ ഞങ്ങൾ സാധിക്കാവുന്നതാണെങ്കിൽ സാധിച്ചിരിക്കും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ നോക്കുക. അപ്പോൾ ഓക്കെ, ബായ്. വീണ്ടും കാണാം അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട്. ഓക്കെ.